ഹലോ, വെൽക്കം ബാക്ക് ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ക്രീം കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കുകയാണ്. കുറച്ച് ഓയിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പുരട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഓയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊട്ടി കൊടുക്കണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൈദമാവ് ഇട്ട് കൊടുക്കുന്നില്ല, പകരം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനു വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ആ മൈദയുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ എല്ലാം അരിച്ചെടുത്തു. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒട്ടും നനവൊന്നുമില്ലാത്ത ഒരു ബൗൾ എടുക്കണം. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ മുട്ട എടുക്കേണ്ടത് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലിരിക്കുവാണെങ്കിൽ അത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം എടുക്കണം. കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് മിക്സിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. ഇതൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കുമ്പോഴേക്കും ഏകദേശം 1 കപ്പ് പഞ്ചസാരയോളം ഉണ്ടാകും. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ 3 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് അവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 35 മിനിറ്റ് നേരം വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലോ കടായിലോ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്കോ കടായിലേക്കോ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട കോഫി സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക്
ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കോഫി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും അത് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മറ്റൊരു ബൗൾ ഇറക്കി വെക്കണം. അതിലേക്ക് അര കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ അര കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ആ താഴെയുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ചൂടിലിരുന്നിട്ട് അത് തനിയെ മെൽറ്റായിക്കൊള്ളും. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഒപ്പം തന്നെ ആ വിപ്പിംഗ് ക്രീമുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ടും അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡിലിട്ടിട്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ സമയം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് ഏകദേശം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീമൊക്കെ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇനി ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മോയിസ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം ചെയ്യാം. ഇതിനായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഈ കോഫി സിറപ്പ്. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ക്രീമി കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ക്രീം ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതിനേക്കാളും. ഇനി ഇതിന് മുകളിലായി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് വീണ്ടും കോഫി സിറപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിന് മുകളിലും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 3 ലെയറും വെച്ചിട്ട് അതിലേക്ക് കോഫി സിറപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ ക്രീമും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ കേക്കെല്ലാം ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ഫുള്ള് ക്രീം കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം.
ഇപ്പോൾ ഞാൻ കേക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് കേക്കിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് സിൽവർ കളർ ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.